രക്ഷിതാക്കൾ കുട്ടിയെ വീട്ടിലിരുത്തി പഠിപ്പിക്കണം എന്നാണ് ചോദ്യം. ചെയ്യണ്ടെന്നാ ഞാൻ പറയും. കാരണം രക്ഷിതാക്കൾ അതിലൊരു എക്സ്പെർട്ട് അല്ല. അതിൽ എക്സ്പെർട്ടുകൾ ആരാ? ടീച്ചേഴ്സാണ്. മാത്രമല്ല, നമ്മുടെ ഒരു അധികാര പരിധിയിലുള്ള ആണല്ലോ നമ്മുടെ കുട്ടി എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു അധികാരം പ്രയോഗിക്കാൻ നോക്കുകയും ചെയ്യും. അതിന് സാധ്യതയുണ്ട്. എക്സ്പേർട്ടുകൾ ചെയ്യേണ്ട പരിപാടി അത്. ഒരു ടീച്ചർ എക്സ്പേർട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 10-60-70 എക്സ്പേർട്ടുകളുടെ ഇടയിൽ കിടന്നിട്ടാണ് ഈ കുട്ടി കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരു 10ഓളം എക്സ്പേർട്ടുകൾ നേരിട്ട് ക്ലാസ്സിൽ കയറി പഠിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലിരിക്കുന്ന കുട്ടിയെ വീണ്ടും ആ കാര്യത്തിൽ എക്സ്പേർട്ട് അല്ലാത്ത ഒരു രക്ഷിതാവ് പഠിപ്പിക്കണോ? ആവശ്യമില്ല. എക്സ്പെർട്ട് ആണെങ്കിൽ പോലും പഠിപ്പിക്കരുതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഇപ്പോൾ ഭർത്താവിന് വണ്ടി ഓടിക്കാൻ അറിയും, കാർ. അയാള് ഭാര്യയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് നോക്കട്ടെ, അടിയുടെ പൂരായിരിക്കും അതിൻ്റെ ഉള്ളിൽ, കാറിൻ്റെ ഉള്ളിൽ. അത് പൊതുവെ നടക്കില്ല. അതൊരു എന്താ പറയുക, ഡ്രൈവിംഗ് സ്കൂളുകാരനോ കാര്യമോ ചെയ്യേണ്ട പരിപാടിയാണ്. അത് പഠിപ്പിക്കല് അവർ കൃത്യമായിട്ട് പഠിപ്പിക്കും. ദേ ആർ എക്സ്പേർട്സ്. ഞാൻ കുറേ കാലമായിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് വർക്ക് ചെയ്തത്. ഞാൻ 600-700 സ്കൂളുകളിൽ പോയിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്, ടീച്ചേഴ്സ് ട്രെയിനിങ് ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിലൊക്കെ ക്ലാസ് എടുക്കുന്നു, എൻ്റെ കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ എൻ്റെ മോനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാറില്ല. കാരണം അത് കുറേ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൻ എന്നുള്ള രീതി കൊണ്ട് വരും, പ്രഷർ വരുന്നു. ഈ രക്ഷിതാവ് കുട്ടിയെ പഠിപ്പിക്കാനിരുന്ന് നോക്കിയാൽ ഇതിൻ്റെ അവസാനം അടിയായിരിക്കും. അങ്ങനെ പൊതുവെ ജനറലി സ്പീക്കിംഗ്. അപ്പോൾ അത് ചെയ്യണ്ട, അത് ചെയ്യേണ്ടതില്ല. ആ ഫെസിലിറ്റിയൊക്കെ ഒരുക്കി കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, അഭിനന്ദനങ്ങൾ കൊടുക്കുക. പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരു കുട്ടി ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ചാടി എഴുന്നിട്ട് പഠിക്കുന്ന കാണാം. എന്താ കാരണം? കുട്ടിക്ക് മോട്ടിവേഷൻ കിട്ടി, അതെവിടുന്നോ കിട്ടി. അങ്ങനെ ചെയ്യും. എക്സ്പേർട്ടുകൾ ചെയ്യട്ടെ. അതല്ലാതെ ബാക്കിയൊക്കെ ചെയ്താൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പെയിൻറ് പണി നമ്മൾ ചെയ്താലും ഒറിജിനൽ പെയിൻറ് പണിക്കാരനോ പണിക്കാരിയോ ചെയ്താലും വ്യത്യാസം ഉണ്ടാവും. യെസ് ഓർ നോ? വളരെ സുഖമല്ലേ? പെയിൻറ് വാങ്ങിച്ചുകൊണ്ടിരുന്നു, കലക്കുന്നു, ബ്രഷ് മുക്കുന്നു, അടിക്കുന്നു, അല്ലെ റോളർ മുക്കുന്നു, അടിക്കുന്നു. ഇത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ നമ്മൾ അടിച്ചു നോക്കിയേ, റോളർ മുക്കിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ പോവും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ സ്വന്തം വീട്ടിലല്ലേ ഒരു വളവിരുന്നോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പം മെക്കാനിക്ക്, പണ്ട് നമ്മളെ കുറച്ച് കൂട്ടുകാർ ചേർന്നിട്ട്, ഒരു 3-4 പേര് ചേർന്നിട്ട്, അവർക്ക് കുറേശ്ശെ അറിയാം. ഒരാളിൽ ഓട്ടോറിക്ഷ ഉണ്ട്. ആ ഓട്ടോറിക്ഷയുടെ എൻജിൻ പണി ഇവർ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, എൻജിൻ പണി എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ബോൾട്ട് ബാക്കിയായി. എങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവില്ല ഇത് എവിടുത്തേത്. അവസാനം ഓടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓടിച്ചു. 3-4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കട്ടറൊരു സൗണ്ട് കേട്ടു. ഇപ്പോൾ ഏതാണ്ട് 20 വർഷമായി ആ ഓട്ടോറിക്ഷ പിന്നെ ഓടിയിട്ടില്ല, ഇതുവരെ ഓടിയിട്ടില്ല. ഇപ്പോൾ ക്യാമറ, നിങ്ങളൊരു ക്യാമറ തന്നു, ക്യാമറ ഇങ്ങനെ പിടിക്കുന്നു, ഫോക്കസ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ഒരു ഫോട്ടോ പതിയുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിലെ കല്യാണമോ വലിയ ഫംഗ്ഷനോ നമ്മൾ എടുക്കുന്നതും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ എടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? അവരെടുത്താൽ അതിൻ്റെ ക്വാളിറ്റി വേറെ തന്നെയാണ്. ഡെഡിക്കേറ്റഡ് പീപ്പിളാണ്. ഇതുപോലെയാണ് എക്സ്പേർട്ടുകളുടെ കാര്യം. എൻ്റെ അടുത്ത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ദിവസം എത്ര കോള് കിട്ടുമെന്നറിയോ? ആത്മഹത്യാശ്രമം, ഇത് കൗൺസിലിംഗ്. ഞാൻ അതിൻ്റെ ആളല്ല. ഐ ആം നോട്ട് എ കൗൺസിലർ, ഐ ആം നോട്ട് എ സൈക്കോളജിസ്റ്റ്. സൈക്കോളജി കൗൺസിലിംഗ് ചെയ്യേണ്ട ആൾ ഞാനല്ല, അതൊരു സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ഞാൻ മോട്ടിവേറ്റ് ചെയ്യും. എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് മോട്ടിവേഷൻ കിട്ടിയില്ലെങ്കിൽ എന്നോട് പറയും. ആളുകളെ സ്പോണ്ടേനിയസ് ആയിട്ട് കൗൺസിലിംഗ് ചെയ്യാനൊക്കെ പറയും. അവരെന്തോ ഈ പറച്ചിലാണ് കൗൺസിലിംഗ് എന്ന് വിചാരിച്ചിട്ടേ. ഞാൻ അതിൽ എക്സ്പെർട്ട് അല്ല. ഞാൻ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ വിടും. പറഞ്ഞു വന്ന പോയിന്റ്, രക്ഷിതാക്കൾ കുട്ടിയെ പഠിപ്പിക്കണമെന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായം വേണ്ടാന്ന് തന്നെയാണ്. വീട്ടിലിരുത്തി രക്ഷിതാക്കൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതൊരു എക്സ്പെർട്ടായ ടീച്ചർ ചെയ്യട്ടെ, അധ്യാപകൻ ചെയ്യട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഫെസിലിറ്റി ഒരുക്കി കൊടുക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, ഫീസ് അടയ്ക്കൽ, ബുക്ക് വാങ്ങൽ, ഇത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ഇടയ്ക്കൊരു ഒബ്സർവേഷൻ ഉണ്ടാവുക, നോക്കുക, പഠിപ്പിക്കണ്ട. ആ ജോലിയിൽ നിന്ന് രാജിവെക്കണം രക്ഷിതാക്കൾ. എന്നിട്ട് സമാധാനമായിട്ട് ജീവിക്കുക. ആ കുട്ടി സമാധാനമായിട്ട് ജീവിക്കട്ടെ. അല്ല പിന്നെ അല്ലെങ്കിൽ സ്ട്രെസ്സാണെന്നേ, ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഇവരിത് ചെയ്യുക. ആലോചിച്ചൊക്കെ ഏത് വീട്ടിലും നോക്കിയേ,
രക്ഷിതാക്കൾ പഠിപ്പിക്കാനിരുന്ന് കഴിഞ്ഞാൽ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ അധികാരപ്രയോഗമായിരിക്കും കുട്ടിയുടെ അടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. പഠിപ്പിക്കണ്ട, വിട്ടേക്ക്, കുട്ടി ഒറ്റയ്ക്ക് പോയി പഠിക്കട്ടെ.